സൂപ്പർ ഫയർ തീ എന്ന് കേൾക്കുമ്പോൾ ക്രിസ്തീയ ആത്മീയഗോളത്തിൽ ഒത്തിരി പേർ ചൂട് പിടിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഫയർ എന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ആവശ്യം തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ അഗ്നിയായി നമുക്ക് കാണാനായിട്ട് കഴിയും. അഗ്നി സകലത്തെയും ശുദ്ധീകരിക്കുന്നു, എന്നാൽ അതിനകത്ത് യാതൊരുവിധമായ മാലിന്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ മേൽ വരുമ്പോൾ സംഭവിക്കേണ്ടതും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങൾ മാറുക, ദൈവത്തിന്റെ ശുദ്ധീകരണം സംഭവിക്കുക. അതാണോ ശരിക്കും ഇന്നത്തെ ഫയർ ക്യാമ്പുകളിൽ നടക്കുന്നത്? ബാഹ്യമായ തലങ്ങളിൽ കുറെ തീയും ചൂടും പെരുപ്പിച്ചു കാണിക്കുന്നതിനപ്പുറമായി ആന്തരിക തലത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുണ്ടാകുമ്പോൾ നമ്മിലെ ഉള്ളിലെ മാലിന്യങ്ങൾ പാടേ കത്തിച്ചാരമാവുകയും ദൈവത്തിന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മ ശക്തിയാൽ ജ്വലിക്കുന്ന ഒരു ജ്വലനം നമ്മുടെ എല്ലാ ആത്മീയ ജീവിതങ്ങളിൽ ഈ നാളുകളിൽ ലോകത്തിൽ പ്രകടമാകണം. അന്ത്യനാളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ഒരു ദുഷ്ട അന്ധകാര ശക്തികൾക്കും നമ്മെ ബന്ധിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസ് അപ്പോസ്തലനെ താൻ സുവിശേഷം അറിയിച്ചത് നിമിത്തം അദ്ദേഹത്തെ കൊന്നുകളയാനായിട്ട് യഹൂദന്മാർ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവർ രാഷ്ട്രീയ സ്വാധീനങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ചു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹം അപ്പീൽ കൊടുത്തു, തന്റെ കേസ് റോമിൽ വാദിക്കണം. അങ്ങനെ കപ്പൽ യാത്ര അവർ കടന്നു പോവുകയാണ്. ഈശാനമൂലത കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. ദിവസങ്ങളോളം അവർ പ്രശ്നങ്ങളിലായി ആകെ പ്രക്ഷുബ്ധമായ ഒരു അനുഭവത്തിലൂടെ കലങ്ങിമറിയുന്ന സമുദ്രത്തിലൂടെ ആ കാറ്റിനാൽ അലഞ്ഞ് ലക്ഷ്യബോധമില്ലാത്തവരെ പോലെ ആ കൈവിട്ടു പോകുന്ന പാറിപ്പോകുന്ന ഒരു അനുഭവത്തിൽ എത്തിച്ചേർന്നു. ഒടുവിൽ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ 27-ാം അധ്യായത്തിൽ ആ കപ്പൽ ഉടഞ്ഞു തകരുകയാണ്. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ദൈവം പൗലോസിന് വാഗ്ദത്വം കൊടുത്തതുപോലെ തന്നെ എല്ലാവരും നീന്തി അവർ ഒരു തീരത്തേക്ക് അണയുകയാണ്. ആ തീരത്തിന്റെ പേര് മെലിത്ത എന്ന് പറയുന്ന ഒരു ദ്വീപായിരുന്നു. ആ ദ്വീപിൽ അവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ട് കടന്നു വരുന്ന ഈ ആൾക്കാരെ, നല്ലവരായിട്ടുള്ള ആ ദ്വീപിലെ നിവാസികൾ അവരെ സ്നേഹത്തോടെ കൈക്കൊള്ളുകയും തണുത്തു വിറച്ചു കടന്നു വരുന്ന അവർക്ക് വേണ്ടി തീ കായുവാനായി തീ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ചേർന്ന് തീ ഒരുക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ അവരെ സഹായിക്കാനുമുണ്ട്. പൗലോസും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് കുറെ വിറകുകൾ എടുത്ത് തീയിലേക്ക് ഇടുകയാണ്. ആ തീക്കകത്ത്, അവർ കൂട്ടിയ തീക്കകത്ത് തന്നെ ഒളിഞ്ഞിരുന്ന ഒരു വിഷപ്പാമ്പുണ്ടായിരുന്നു, ഒരു അണലി. ഒത്തിരി പേർ അതിനകത്ത് ആ വിറക് കൂട്ടി തീയിട്ടു. പക്ഷെ അപ്പോഴും ഈ അണലി അവിടെ സ്വസ്ഥമായിട്ടിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വിളിയുള്ളവൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ, ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ പ്രാപിച്ചിരിക്കുന്നവൻ ഒരു കഷ്ണം വിറകെടുത്ത് അതിനകത്തിട്ടപ്പോൾ അതിന്റെ മേൽ ഇരിക്കാൻ കഴിയാതെ വണ്ണം മറഞ്ഞിരുന്ന, ഒളിഞ്ഞിരുന്ന ആ വിഷപ്പാമ്പ്, ആ അണലി പുറത്തേക്ക് കടന്നു വരിക മാത്രമല്ല, പൗലോസിന്റെ കയ്യിൽ മാത്രം അത് വരിഞ്ഞു മുറുകി ചുറ്റുകയും ചെയ്തു. എത്രയോ പേർ അവിടെ ഉണ്ടായിരുന്നു, ആരെല്ലാം തീ കൂട്ടി. പക്ഷേ ഇദ്ദേഹത്തിന്റെ മേൽ മാത്രം ആരോ പറഞ്ഞു ചെയ്യിക്കുന്നത് പോലെ ആ പാമ്പ് വരിഞ്ഞു മുറുക്കുകയുണ്ടായി. പലപ്പോഴും ദൈവമക്കളാ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്നെ മാത്രം എന്തുകൊണ്ട് തിരഞ്ഞു പിടിച്ചു, എനിക്ക് മാത്രം എന്തിനീ പ്രശ്നം, എനിക്ക് മാത്രം. ഇവിടെ ആരെല്ലാം തീ കൂട്ടുന്നു, ഒരുപാട് പേർന്ന് തീ കൂട്ടുന്നുണ്ട്, വ്യാജാഗ്നികൾ കൂട്ടുന്നുണ്ട്, അവർ സുരക്ഷിതമായി അങ്ങനെ പറന്ന് നടക്കുകയാണ്. എന്നാൽ ഇതാ ഇവിടെ ഒരുവൻ യഥാർത്ഥത്തിൽ തീ ഉള്ളിലുള്ളവൻ, അവൻ ഒരു തീയിടുമ്പോൾ, അവൻ ബാഹ്യമായ ചില കാര്യങ്ങളിൽ പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവനെ തകർക്കുവാൻ വിഷപ്പാമ്പ്, അണലി ഇറങ്ങി വന്ന് അവനെ ചുറ്റുകയാണ്. ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെല്ലാം നോക്കിയിട്ട് പറയുകയാണ്, ഇത്രയും പേർ നിന്നിട്ട് ആരെയും തൊട്ടിട്ടില്ല. നല്ല കൊടും ക്രിമിനൽസ് ആണ് ഈ പൗലോസിന്റെ കൂടെ കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക്, അല്ലെങ്കിൽ അവര് റോമിൽ ന്യായം വിധിക്കാനായി കൊണ്ടുപോകുന്നത്. പല പല കുറ്റവാളികളുണ്ട്, പക്ഷെ അവരെ ആരെയും തൊട്ടില്ല. പക്ഷെ ജനം കണ്ടത് ഇത്രയും പേരിൽ അനീതി ഉള്ളവൻ പൗലോസ് മാത്രമാണ്. കാരണം അവനെയാണ് കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ കൊലപാതകനാണ്, അതുകൊണ്ട് ഈ പാമ്പിന്റെ രൂപത്തിൽ അവനെ നശിപ്പിക്കാനായി പിടിച്ചുകൊണ്ടാണ്. പൗലോസിന്റെ അധപ്പതനം കാത്തുകൊണ്ട് ശരിയായി ഉള്ളിൽ തീയുള്ളവൻ, അവൻ അകത്തും പുറത്തും തീയുള്ളവനായി നിൽക്കുമ്പോൾ അവന്റെ അധപ്പതനം കാത്ത് അണലി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോക്ക, അവന്റെ കിഡ്നി അതിവേഗം അടിച്ചു പോകും. ആ ഒരു അവസ്ഥയിൽ ഇവരിപ്പോൾ വീർത്ത് നീര് പിടിച്ച് അവന് ഇപ്പോൾ ചത്തു വീഴുമെന്ന് പറഞ്ഞ് എല്ലാവരും ദീർഘനേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് ഒരു കാര്യം ചെയ്തു. തന്റെ കയ്യിൽ ചുറ്റിപ്പറ്റിയ ആ വിഷപ്പാമ്പിനെ, ആ പൈശാചി ശക്തിയെ, ആ പ്രതികൂലത്തെ ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ഹല്ലേലൂയ! കുടഞ്ഞു കളഞ്ഞു.
തന്റെ ജീവിതത്തിൽ അതിനെ വെച്ചുകൊണ്ടിരിക്കാൻ താൻ ആഗ്രഹിച്ചില്ല. അതിനെ അപ്പോൾ തന്നെ കുടഞ്ഞു. അവന്റെ അകത്തൊരു തീ ഉണ്ടായിരുന്നു, പുറത്തും ഒരു തീ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സംഭവിക്കാത്ത ചില പ്രതികൂലങ്ങൾ വന്ന് നേരിടുമ്പോൾ ലോകം മുഴുവനും നീ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഉള്ളിൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളെ നശിപ്പിക്കാൻ, താങ്കളെ മാത്രം നശിപ്പിക്കാനേ പിശാച് ശ്രമിക്കുകയുള്ളൂ. വ്യാജന്മാരെ അവരെ ഇഷ്ടമാണ് സാത്താന്. എന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മശക്തി അനുഭവിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ തീ അനുഭവിച്ചറിയുന്ന, ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ അതിനകത്തൊരു നെഗറ്റീവായി, നിഷേധാത്മകമായി ചില ക്രിയകൾ സാത്താൻ കൊണ്ടുവരുന്നെങ്കിൽ ലോകം മുഴുവനും നിന്റെ അധപ്പതനം കാണുവാൻ, നിന്നെ കുറ്റം പറഞ്ഞ് നീ വീഴുന്നത് കാണാൻ കാത്തിരിക്കുമ്പോൾ നീ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രാർത്ഥന എന്ന തീ പരിശുദ്ധാത്മാവിനാൽ കത്തിച്ചു തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ഏത് സമയത്തും ഏത് പ്രശ്നങ്ങൾ ചുറ്റിയാലും അവിടേക്ക് കുടഞ്ഞറിയാൻ എളുപ്പമാണ്. പലരും ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഏറി കഴിയുമ്പോഴാണ് തീ അന്വേഷിച്ച് നടക്കുന്നത്, പരിഹാരം അന്വേഷിച്ച് നടക്കുന്നത്. എന്നാൽ പൗലോസ് ആദ്യമേ ഒരു തീ കൂട്ടി. ആ തീയിലേക്ക് അതിനുശേഷം കടന്നു വന്ന ആ പാപിനെ കുടഞ്ഞു കളയാൻ എളുപ്പമായി. ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നിയുള്ളവൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ, അവനിൽ അകത്തും പുറത്തും ഒരു തീയുണ്ട്. പ്രാർത്ഥനയുടെ തീ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ തീ. ആ തീ നമ്മൾ കത്തുമ്പോൾ ധൂപവർഗമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി എന്ന തീ നമ്മിലേക്ക് പകരുമ്പോൾ ആ പ്രാർത്ഥന എന്ന ധൂപം ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ ഇടയായിത്തീരും. ആ പ്രാർത്ഥനയുടെ ശക്തി ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ നമ്മൾ ആക്കി വെക്കും. ഏത് പ്രതിസന്ധിയും അവിടെ കുടഞ്ഞു കളയാൻ എളുപ്പമാണ്. ദൈവ പൈതലേ, അകത്ത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തീ അനുഭവിക്കുന്ന ആളാണ് താങ്കളെങ്കിൽ, പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ തകർക്കാൻ സാത്താൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. ലോകം മുഴുവനും നിങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞ് അധപ്പതനം കാണാൻ കാത്തു നിൽക്കുമ്പോൾ അകത്ത് തീയുള്ളവൻ ഭയപ്പെടില്ല, ഭാരപ്പെടില്ല. അവനതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് സ്വതന്ത്രമായി നിൽക്കും. ഹല്ലേലൂയ. ഏറിയ നേരം അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ അതിന്റെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. എന്നാൽ അവിടെ കൂടിയിരുന്നവരെല്ലാം ഇവൻ ഇപ്പോൾ ചത്തു വീഴുമെന്ന് നോക്കി നിൽക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. സമയം കഴിഞ്ഞിട്ടും ആ ശരീരം വീർക്കുന്നില്ല, ഒരു ദോഷവുമില്ലാതെ നിൽക്കുകയാണ് പൗലോസ് വളരെ കൂളായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവൻ കൊലപാതകിയാണെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ, അവന്റെ വീഴ്ചയും അധപ്പതനവും തകർച്ചയും കാണാൻ കാത്തു നിന്നവർ പറയാണ്, സാക്ഷാൽ ഇവരൊരു ദൈവത്തിന്റെ ദൂതനാണ്. ഹല്ലേലൂയ. ആ വാക്കുകളെ അവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിയാനിടയായി. ആ നിമിഷം മുതൽ പൗലോസ് മറ്റെല്ലാവരെക്കാളും വ്യത്യസ്തനായി അവിടെ മാറുകയാണ്. ആ നിമിഷം മുതൽ അവിടെ ഉണ്ടായിരുന്ന രോഗികൾക്ക് പൗലോസിലൂടെ സൗഖ്യമുണ്ടാവുകയാണ്. ദൈവവചനവും അവിടെ ശക്തമായി പറയാൻ അതൊരു കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. മറ്റാരെയും തൊടാത്ത പ്രതിസന്ധികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ പ്രാപിച്ച് നിന്റെ മേൽ കടന്നു വരുന്നെങ്കിൽ, നീ ഒറ്റപ്പെട്ടു നിൽക്കുന്നെങ്കിൽ, മറ്റാർക്കുമില്ലാത്തൊരു വലിയ ശുശ്രൂഷയും നിന്നിലൂടെ വെളിപ്പെട്ടു വരും. ഈ പുതിയ വർഷം 2025 ആ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ സൂപ്പർ ഫയർ നിന്നിലൂടെ കത്തിപ്പടരുവാൻ, വെറുതെ എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരെ ഒരു വൈകാരിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലല്ല, ദൈവത്തിന്റെ തീപ്പൊരി നിന്റെ അകത്തും പുറത്തും കത്തിജ്വലിക്കുവാൻ ഇടയാക്കി തീർക്കാൻ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. പ്രതികൂലങ്ങളെ ചുമന്നുകൊണ്ട് നടക്കാതെ കുടഞ്ഞു കളയുക. Our God is consuming fire. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ അഗ്നിക്കടുത്താണ് നമ്മളെങ്കിൽ ഒരു പ്രശ്നങ്ങളെയും ഭയപ്പെടാതെ ഉടഞ്ഞു കളയാൻ നമുക്ക് ഇടയായി തീരട്ടെ. 2025 ഒരുപാട് വ്യാജ പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ വ്യാജാത്മാവിനാൽ വ്യാജ ക്രിയകൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ നടക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലെ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തീയുള്ളവനായി ഈ ചുറ്റും നിൽക്കുന്ന വ്യാജന്മാരുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ ശക്തി തെളിയിക്കാൻ ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് വിശുദ്ധിയോടെ സകല മാലിന്യങ്ങളും ദൈവാത്മാവിന്റെ തീയിൽ കത്തി ചാമ്പലാക്കിക്കൊണ്ട് ദൈവത്തിനു വേണ്ടി ജ്വലിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വിശുദ്ധന്മാർ തമ്മിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. ഈ വ്യാജാത്മാക്കളുടെ നടുവിൽ സത്യാത്മാവിന്റെ പ്രവർത്തനം തെളിയിച്ചു കാണിക്കാൻ മാലിന്യമില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണത്തിൽ അങ്ങനെ തീ നമ്മിൽ കത്തിപ്പെടണം. വീസയ്ക്ക് വേണ്ടിയിട്ടുള്ള പലതരം ഫയറുകളല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധിയോടെ നിന്ന് ജനങ്ങളെ കർത്താവിലേക്ക് നടത്തുന്ന യഥാർത്ഥത്തിലുള്ള റിയൽ ഫയർ ഉള്ളവരായി നമുക്ക് മാറാം. ആ മെലിത്താ ദ്വീപിൽ പൗലോസ് എന്നൊരൊറ്റാൾ മുഖാന്തരം അനേകർക്ക് സൗഖ്യവും സർവശക്തനായ ദൈവത്തെ മനസ്സിലാക്കാനുള്ള കൃപയും ഉണ്ടായി. ആകയാൽ നമുക്ക് പ്രതികൂലങ്ങൾ ഏറിയാലും, നാം ഒറ്റപ്പെട്ടു പോയാൽ, എന്തെല്ലാം നമ്മളെ ചുറ്റി വരിഞ്ഞാലും അതൊന്നും നമ്മളെ ഏശാതെ പരിശുദ്ധാത്മാവിന്റെ തീയിൽ, പ്രാർത്ഥനയുടെ തീയിൽ, ദൈവത്തിന്റെ തീയിലേക്ക് വലിച്ചെറിയുവാൻ, ദൈവമാകുന്ന തീയിലേക്ക് വലിച്ചെറിയുവാൻ സ്വതന്ത്രമായി നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ ഒരു ഉപകരണമായി നമുക്ക് നമ്മെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം.
യഥാർത്ഥമായ ആ തീ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. പ്രശ്നങ്ങൾ വന്നതിന് ശേഷമല്ല, അതിനു മുമ്പേ പ്രാർത്ഥന എന്ന തീ നമുക്ക് കൂട്ടാം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തമ്മിൽ ഒരുമിച്ച് കൂടാം. മറഞ്ഞിരിക്കുന്ന പൈശാചി ശക്തികൾ, സഭയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന വ്യാജാത്മാക്കൾ, ദുഷ്ടവ്യാപാരങ്ങൾ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ പുറത്ത് വെളിപ്പെട്ടു വരികയും കത്തിച്ചാരമാവുകയും ചെയ്യട്ടെ. യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ തീ നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മിൽ കത്തിപ്പടരട്ടെ. അതിന് ദൈവം നമ്മെ, നിന്നെ, നിങ്ങളെ ഒരു ഉപകരണമായി ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.